അതെ, ആ മരുന്നൊന്നും എടുത്തു തരൂ. ഈശ്വരാ, അമ്മേ, ഈശ്വരാ. തൊട്ടു പോവരുത്. എന്തെങ്കിലും ചെയ്യാം, വരാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ നീ അതന്നേ ചെയ്തണ്ടാവും ഞാൻ കരുതി. ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണായിരുന്നു? പേടി കൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ? എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്തു. തുണി മുറുക്കി കൊടുത്തു. കഴിഞ്ഞ 4 മാസം പല നുണകളും ഞാൻ പറഞ്ഞു. വീട്ടിൽ പോലും പോവാതെ ഹോസ്റ്റൽ മുറി തന്നെ കഴിച്ചു കൂട്ടി. ലീവ് കിട്ടിയില്ല. ഇപ്പൊ തന്നെ സുരേഷിന്റെ ലീവ് അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ വന്നത്. ഒന്നും വേണ്ടെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ. നീ എന്നെ മാത്രം കുറ്റപ്പെടുന്നതിനാ? നിനക്കിതിൽ യാതൊരു പങ്കുമില്ലേ? ഇത് ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാണോ? ഈശ്വരാ, പറ്റിപ്പോയി. എനിക്ക് മാത്രമല്ല, നമുക്ക് രണ്ടാൾക്കും. ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ആ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യണം സാർ. ഇപ്പൊ വേണ്ട. അയ്യോ, അത് പറ്റില്ല. ഈ സമയത്താ ഇതൊക്കെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ ബെഡ്ഷീറ്റൊക്കെ അലക്കാനേ. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ പൈപ്പ് ഇതുവരെ ശരിയാക്കി. കടിഞ്ഞൂർ പേറ അല്ലേ? അതാ മുഖത്ത് ഇത്ര പരിഭ്രമം. പേടിക്കണ്ട, ഒന്ന് കഴിഞ്ഞാ പിന്നെ ചറ പറയാ പോരും. അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ? തന്തയും തള്ളയും വന്നില്ലേ? ഇല്ല, അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, ഉടനെ എത്തും. ലക്ഷണം കണ്ടിട്ട് ഇന്ന് തന്നെ കാണുന്ന കോളാ. എപ്പോഴാ ഡോക്ടറെ കാണാൻ പറഞ്ഞിരിക്കുന്നേ? നല്ല തങ്കക്കുടം പോലൊരു മോൻ തന്നെ ആകട്ടെ. എന്റെ ഭഗവതി, കുഞ്ഞിനും തള്ളയ്ക്കും ഒരാപത്തും വരുത്തല്ലേ. അയ്യോ, അത് തുടങ്ങി നന്നാട്ടോ സാറേ. അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഈ ചെയ്യുന്നൊന്നും ശരിയല്ല എന്ന്. അന്നത് ശരിയായിരുന്നു. രാജീവ്, എനിക്ക് വയ്യ. നമ്മളിനി എന്ത് ചെയ്യും? അനി, ഒന്നുമില്ല, ധൈര്യമായിട്ട്. ഞാനിപ്പോ എനിക്കിത് താങ്ങാൻ വയ്യ. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോ. ആ മമ്മൂട്ടിക്ക അയാൾ എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? രാജി, കുറച്ച് വെള്ളം.
അമ്മേ. അനി രാജു, ഒരു തുണി, ഒരു തുണിതാ. സുരേഷ്, ഹലോ. എന്തെങ്കിലും അസുഖം? ഒന്നുമില്ല, ഒരു ചെറിയ ജലദോഷം. എന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ലേ? ഇപ്പൊ കുറവുണ്ട്. അനി, നീ എന്താ അമ്മയെ പോയി കാണാത്തത്? 4 മാസമായി വന്നിട്ടെന്ന് പറഞ്ഞ് എന്നോട് ഒത്തിരി സങ്കടം പറഞ്ഞു. എന്ത് തിരക്കാണെങ്കിലും ഒന്ന് ചെന്നെന്ന് വരുത്തിക്കൂടെ? ഞാൻ പോയിക്കോളാം. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. അടുത്ത മാസം ചിലപ്പോ എനിക്ക് വരാൻ പറ്റിയേക്കും. രാജീവ് ഇങ്ങ് എത്തിയാലുടൻ ലീവ് തരാന്ന് സ്പോൺസർ പറഞ്ഞിട്ടുണ്ട്. എന്താ സന്തോഷമായില്ലേ നിനക്ക്? ആ അനി, പിന്നെ ഷോപ്പിൽ നല്ല തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. അനി, അനി, എന്താ അനി? അനി, അനി, അയ്യോ അനി, ശബ്ദം ഉണ്ടാക്കല്ലേ അനി, ശബ്ദം ഉണ്ടാക്കല്ലേ. ഗൾഫ് മേഖലയിൽ നിന്ന് മടങ്ങി വരവ് തുടരും. അനി, അനി, ഞാനുണ്ട് അനി, ശബ്ദം ഉണ്ടാക്കല്ലേ. ധൈര്യമായിട്ടിരിക്കും, ഞാനുണ്ട് അനി. ഗൾഫ് മേഖലയിലെ സ്വദേശിവൽക്കരണം മൂലം മലയാളികൾ കൂട്ടത്തോടെ മടങ്ങുന്ന സംഭവത്തെക്കുറിച്ച് വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജോലി നഷ്ടപ്പെട്ടവരെ മിതമായ നിരക്കിൽ നാട്ടിലെത്തിക്കാൻ സംവിധാനം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രവാസ പുനരധിവാസ പാക്കേജിന്